IVFിൻ്റെ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർ കൂടെ വന്നാട്ടെ. പ്രത്യേകിച്ചും മെഡിസിനിലെ ഒരു അത്ഭുതം നടന്ന കഥ കേൾക്കാൻ. റോബർട്ട് എഡ്വേർഡ്സ് ഒരു യങ് സയൻറ്റിസ്റ്റ് 1950s അദ്ദേഹം ഒരു സ്വപ്നത്തിൻ്റെ പുറകെ നടന്നു. ശരീരത്തിന് പുറത്ത് പ്രഗ്നൻസി ഉണ്ടാക്കാൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താൻ. ഭ്രാന്തൻ എന്ന ലേബൽ ന്യായമായും കിട്ടി. പക്ഷേ അദ്ദേഹം പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് മനുഷ്യരിൽ പ്രഗ്നൻസി പുറത്തു വെച്ച്, അതായത് ഫെർട്ടിലൈസേഷൻ ശരീരത്തിന് പുറത്തു വെച്ച് എങ്ങനെ നടത്താമെന്ന് അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടിരുന്നു വർഷങ്ങളോളം. ഭാഗ്യം കനിഞ്ഞിറങ്ങിയത് ഡോക്ടർ പാട്രിക് സ്റ്റെപ്റ്റോ എന്ന ഗൈനക് സർജന്റെ രൂപത്തിൽ. അദ്ദേഹം 50 വർഷം മുൻപാന്ന് ഓർക്കണം, ലാപ്രോസ്കോപ്പി വഴി ഓവറിയിൽ നിന്ന് എഗ് എടുത്ത് ഡോക്ടർ എഡ്വേർഡ്സിന് പരീക്ഷിക്കാൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ പ്രശ്നം, എലികളിൽ 12 മണിക്കൂറിലാണ് എഗ് മെച്ചുവർ ആകുന്നത് എന്ന് സയന്റിസ്റ്റുകൾക്കറിയാം. പക്ഷേ മനുഷ്യരിൽ എത്ര നേരമാണ് ഇതെടുക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അവിടെയാണ് റോബർട്ട് എഡ്വേർഡ്സിന്റെ കഴിവ്. അദ്ദേഹം ശരിക്കും ബേണിംഗ് മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുത്ത് കണ്ടുപിടിച്ചു 36 മണിക്കൂറാണ് എടുക്കുന്നത് ഒരു ഹ്യൂമൻ എഗ് മെച്ചുവർ ആകാൻ. ഈ തിരിച്ചറിവ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പിന്നെയും കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫെർട്ടിലൈസേഷൻ ശരീരത്തിന് പുറത്ത് നടത്തി. ഈ എഗ് പല തവണ യൂട്രസിൽ നിക്ഷേപിച്ചു, ഫലം കണ്ടില്ല. എന്നാൽ 1975 ഒരു സ്ത്രീ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിച്ചു. വളരെ സന്തോഷം. പക്ഷെ അത് ട്യൂബിലായിപ്പോയി, എക്ടോപിക് പ്രഗ്നൻസി. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ മിക്കവാറും അവിടം കൊണ്ട് നിർത്തിവെച്ചേനെ. ശരിക്കും റോബർട്ട് ബ്രൂസ്, ഒരു സ്കോട്ടിഷ് കിങ്, അദ്ദേഹത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം നടത്തിയ എഫേർട്സ് അതുപോലെ വേണം കാണാൻ റോബർട്ട് എഡ്വേർഡ്സിന്റെ എഫേർട്സ്. 32 തവണ ഇദ്ദേഹം ഒരു സ്ത്രീയിൽ എംബ്രിയോ നിക്ഷേപിച്ചു നോക്കി. പുറമേ ഉണ്ടാക്കിയ എംബ്രിയോ ഫെയിൽ ചെയ്തു. 33ാമത്തെ തവണ ഈ സ്ത്രീ പ്രഗ്നന്റ് ആയി. ലെസ്ലി ബ്രൗൺ എന്ന് ലോകം അറിയുന്ന ഈ സ്ത്രീ 1978 1978 ജൂലൈ 25 ശരിക്കും ലോകം കൊണ്ടാടേണ്ട ഒരു ദിവസമാണ്. കാരണം അന്നാണ് ലൂയി ബ്രൗൺ എന്ന ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ജനിച്ചത്. ഈ വലിയൊരു കണ്ടുപിടുത്തം ലോകത്തോട് പറയാൻ വെമ്പിയ ഡോക്ടർ എഡ്വേർഡ്സ് പിന്നെയും നേരിടേണ്ടി വന്നു പല അമ്പുകളും. ചേർച്ച്, കളീഗ്സ്, കൂടെയുള്ള ഡോക്ടർമാർ പോലും ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഫൈനലി നേച്ചർ അറിയപ്പെടുന്ന ഒരു സയന്റിഫിക് ജേർണൽ ഇദ്ദേഹത്തിന്റെ വർക്ക്സ് അംഗീകരിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇപ്പോൾ ലോകത്ത് മോർ ദാൻ 10 മില്യൺ IVF ബേബീസ് ഉണ്ട്. അതായത് 1 കോടിയിലധികം IVF കുട്ടികളുണ്ട്. ചില സ്കാൻഡിനേവിയൻ കൺട്രീസിൽ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഇവിടെയൊക്കെ പോപ്പുലേഷനിലെ 5% IVF ബേബീസ് ആണ്. റോബർട്ട് എഡ്വേർഡ്സിന് ഡ്യൂ റെക്കഗ്നീഷൻ കിട്ടി, നൊബൽ പ്രൈസ് 2010. ഓർക്കുക, 32 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ അംഗീകരിച്ചു ലോകം. ഇനി ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല, നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് റിലീസ് ചെയ്ത ഡ്രാമ ജോയ് ദ ഹിസ്റ്ററി ഓഫ് IVF കാണുക.